നമസ്കാരം. അങ്കമാലിയിൽ വിദ്യാർത്ഥിനെ ഇടിച്ചു തെറിപ്പിച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. ഒളിവിൽ പോയ പ്രതി ഡോക്ടർ സിറിയാക് പി ജോർജിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ രക്ഷപ്പെടുവാൻ സഹായിച്ചതിനാണ് അറസ്റ്റ്. അതേസമയം കേസിൽ പ്രതിയായ ഡോക്ടർക്കായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. ജസ്ലിയ ജോൺസന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് ശേഷം ഒളിവിൽ കഴിയുന്ന മകനെ സഹായിച്ചതിനാണ് കോട്ടയം അതിരമ്പുഴ സ്വദേശിയായ ജോർജ് മാത്യുവിനെ അങ്കമാലി പോലീസ് പിടികൂടിയത്. പ്രതിയെ ഒളിവിൽ പോകുവാൻ സഹായിച്ചതിന്റെ രേഖകളും ഫോൺ സംഭാഷണങ്ങളും പോലീസിന് ലഭിച്ചു. നേരത്തെ കോട്ടയത്തെ വീട്ടിലെത്തിയ പോലീസിന് വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലാണ് കാണാനായത്. തുടർന്ന് ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ജസ്ലിയെ ചാലക്ക മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജനായ സിറിയക് ജോർജ് ഓടിച്ച SUV 700 ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അമിത വേഗതയിലെത്തിയ വാഹനം ജസ്ലിയെ 50 മീറ്ററോളം ദൂരത്തേക്ക് തെറിപ്പിക്കുന്ന ഭീകര ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു. 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയായ ജസ്ലിയ സ്വന്തം പഠന ചെലവിനായി പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. മസ്തിഷ്ക മരണം സംഭവിച്ച ജസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്ത മാതാപിതാക്കളുടെ തീരുമാനം വലിയൊരു മാതൃകയായിരുന്നു. പ്രതിയായ സിറിയക് ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോട്ടയം സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പോലീസിന്റെ ലുക്കൌട്ട് സർക്കുലർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 6 ദിവസമായി അപകടം നടന്നിട്ടെന്നും പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല എന്നും കുടുംബം വിമർശിക്കുന്നു. സാങ്കേതിക വിദ്യ ഇത്രയധികം വളർന്നിട്ടും പ്രതിയെ പിടികൂടുവാൻ എന്താണ് ഇത്ര താമസമെന്നാണ് കുടുംബത്തിന്റെ ചോദ്യം. പോലീസ് ഒത്തുകളിക്കുന്നുവെന്നതാണ് കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ആരോപണം. പ്രാർത്ഥിച്ചവർക്ക് നന്ദി. 6 ദിവസമായി അപകടം നടന്നിട്ട് പ്രതികളെ പിടികൂടാനായിട്ടില്ല. പ്രതി ഡോക്ടറാണ്. സാധാരണക്കാരുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലയില്ലേ? പാവം കുഞ്ഞായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മകൾക്ക് നീതി കിട്ടണം. വാഹനം നിർത്തി ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്ന് ജസിയയുടെ അമ്മ പറയുന്നു. ആരും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നും കുടുംബം പറയുന്നു. അന്വേഷണത്തിന് പോലും വന്നിട്ടില്ല എന്നും വ്യക്തമാക്കി. എന്റെ മകളാണ് നഷ്ടപ്പെട്ടത്. എത്ര വാത്സല്യത്തോടെ വളർത്തിയ കുഞ്ഞാണ്, അച്ഛൻ പറയുന്നു. പണം മാത്രം മതിയോ? ആൾക്കാരുടെ ജീവന് വിലയില്ലേ എന്നാണ് കുടുംബത്തിന്റെ ചോദ്യം. ഫെബ്രുവരി 28-നാണ് ജസ്ലിയ മഹീന്ദ്ര XUV 700 എന്ന ഡോക്ടർ സിറിയക് പി ജോർജ് ഓടിച്ചിരുന്ന വാഹനം ഇടിച്ച് തെറിപ്പിക്കുന്നത്. അപകടം നടന്ന് 6 ദിവസം കഴിഞ്ഞിട്ടും പ്രതി ഒളിവിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം സിറിയക്കിന്റെ കോട്ടയത്തെ വീട്ടിലും ഇടുക്കിയിലെ ബന്ധുവീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പ്രതിയെക്കുറിച്ചൊരു സൂചന പോലും ലഭിച്ചില്ല. നിലവിൽ സിറിയക്കിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പ്രതി വിദേശത്തേക്ക് കടക്കുവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഡോക്ടർ സിറിയക്കിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയത്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. പ്രതിക്കായുള്ള വലയങ്ങൾ പോലീസ് കർശനമാക്കിയിരിക്കുകയാണ്. അപകടം നടന്ന അന്നു തൊട്ട് പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിക്കുവാൻ ഉതകുന്ന യാതൊരു സഹായവും ഇയാളുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് പോലീസിനെ പ്രകോപിപ്പിക്കുന്നത്. ചാലക്ക മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജനായ സിറിയക് ജോർജ് ഓടിച്ച കാർ അമിത വേഗതയിലായിരുന്നുവെന്നും CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. വൈകിട്ട് 7:30 ഉണ്ടായ അപകടത്തിന് ശേഷം ജസ്ലിയ റോഡരികിൽ ചോര വാർന്ന് കിടക്കുമ്പോഴും ഒന്ന് നിർത്തുവാൻ പോലും തയ്യാറാകാതെ ഇയാൾ വാഹനം ഓടിച്ചുപോയി. എടവനക്കാട് സ്വദേശി ജോൺസന്റെ മകളായ ജസ്ലിയ തന്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിലും കായിക രംഗത്തും പഠനരംഗത്തും ഒരുപോലെ തെളിഞ്ഞ വിദ്യാർത്ഥിനിയായിരുന്നു. സ്വന്തം പഠനത്തിനുള്ള പണം കണ്ടെത്തുവാൻ ജോലിക്ക് പോയി മടങ്ങുന്ന വഴിയിലാണ് ഈ ക്രൂരമായ വിധി ജസ്ലിയെ തേടിയെത്തിയത്.